ഗാസ പിടിച്ചെടുത്ത് ഇസ്രായേൽ. ഗാസ മുനമ്പിന്റെ 70% പ്രദേശവും പൂർണ്ണമായും സൈനിക നിയന്ത്രണത്തിലാക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് നേരിട്ട് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നിലവിൽ ഗാസയുടെ 60% പ്രദേശവും ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തതായി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യം മുതൽ തന്നെ തങ്ങൾ 70% ലക്ഷ്യമിട്ടിരുന്നതെന്നും ജോർദാൻ താഴ്വരയിൽ നടന്ന ഒരു സെമിനാറിൽ സംസാരിക്കവേ നെതന്യാഹു സൂചിപ്പിച്ചു. നേരത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ രൂപീകരിച്ച ഗാസ സമാധാന പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ഗാസയുടെ 53% ഭാഗമായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്നത്. ബാക്കി പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറണമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ നിലവിൽ ഗാസയുടെ 60% പ്രദേശവും തങ്ങളുടെ കൈപ്പിടിയിലാണെന്നും ഇത് ഉടൻ തന്നെ 70% ഉയർത്തുമെന്നുമാണ് നെതന്യാഹു വെളിപ്പെടുത്തുന്നത്. ഒക്ടോബർ 7 ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളും ഹമാസിന്റെ പുതിയ സൈനിക വിഭാഗം മേധാവിയുമായ മുഹമ്മദ് ഔദയെ ഗാസയിൽ വെച്ച് ഇസ്രായേൽ സൈന്യം വധിച്ചതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ ഈ പുതിയ പ്രഖ്യാപനം. ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുകയും ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഗാസയുടെ നിയന്ത്രണം ഹമാസിന്റെയോ ഇസ്രായേൽ വിരുദ്ധരുടെയോ കൈകളിൽ ഇനി ബാക്കി വെക്കില്ല എന്നും നെതന്യാഹു സൂചിപ്പിച്ചു. അതേസമയം ഇസ്രായേൽ ഈ നീക്കം സമാധാന കരാറുകളുടെ ലംഘനമാണെന്നും ഗാസയിൽ തങ്ങൾക്കെതിരെ നടക്കുന്ന അട്ടിമറിയാണിതെന്നും ഹമാസ് മുതിർന്ന നേതാവ് ബാസെം നയിം വ്യക്തമാക്കി. ഏപ്രിൽ അവസാനത്തിൽ അന്താരാഷ്ട്ര സഹായ ഏജൻസികളുമായി ഇസ്രായേൽ സൈന്യം പങ്കിട്ട ഭൂപടങ്ങളിൽ ഗാസയുടെ 64% ഇസ്രായേൽ സൈന്യം നിയന്ത്രിക്കുന്നതായി കാണിച്ചിരുന്നു. ഇസ്രായേൽ ആ നിയന്ത്രണം കൂടുതൽ വികസിപ്പിച്ചാൽ ഏകദേശം 2 ദശലക്ഷം പലസ്തീനികളെ നശിപ്പിക്കപ്പെട്ട തീരദേശ പ്രദേശത്തിന്റെ ഒരു ചെറിയ പ്രദേശത്തേക്ക് നിർബന്ധിതരാക്കും. മാസങ്ങൾ നീണ്ട പോരാട്ടം, ആവർത്തിച്ചുള്ള വ്യോമാക്രമണങ്ങൾ, കരാക്രമണങ്ങൾ എന്നിവയ്ക്ക് ശേഷം ഗാസയുടെ വലിയ ഭാഗങ്ങൾ ഇതിനകം നശിപ്പിക്കപ്പെട്ടു. 2025 ഒക്ടോബറിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രായേൽ സൈന്യം യെല്ലോ ലൈൻ എന്നറിയപ്പെടുന്ന ഒരു സൈനിക അതിർത്തിയിലേക്ക് പിൻവാങ്ങി. അത് ഗാസയുടെ ഏകദേശം 53% ഉൾക്കൊള്ളുന്നു. എന്നാൽ ഈ ആഴ്ച ആദ്യം ഇസ്രായേൽ രഹസ്യമായി ആ രേഖ എൻക്ലേവിലേക്ക് കൂടുതൽ ആഴത്തിൽ നീക്കുകയാണെന്ന് ഹമാസ് ആരോപിച്ചു. വെടിനിർത്തൽ കരാറിന്റെ വ്യക്തമായതും തുടർച്ചയായതുമായ തുരങ്കം വയ്ക്കലാണ് ഈ നീക്കമെന്ന് പലസ്തീൻ സംഘം പറഞ്ഞു. ഇസ്രായേൽ ബലപ്രയോഗത്തിലൂടെ ഭൂമിയിൽ പുതിയ വസ്തുക്കൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചു. സൈനിക നിയന്ത്രണം വ്യാപിപ്പിക്കുന്നത് സംഘർഷം ലഘൂകരിക്കാനുള്ള ശേഷിക്കുന്ന ഏതൊരു പ്രതീക്ഷയെയും തകർക്കുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി. ഹമാസിനെ ദുർബലപ്പെടുത്തുന്നതിനും ഭാവിയിലെ ആക്രമണങ്ങൾ തടയുന്നതിനും സൈനിക സമ്മർദ്ദം ആവശ്യമാണെന്ന് ഇസ്രായേൽ സർക്കാർ വാദിച്ചു. അതേസമയം ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ തെക്കൻ ലെബനനിലും സൈനിക പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ബുധനാഴ്ച ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനനിലെ ഒരു വലിയ പുതിയ ഭാഗം യുദ്ധമേഖലയായി പ്രഖ്യാപിക്കുകയും സഹ്റാനി നദിയുടെ വടക്ക് ഭാഗത്തുള്ള താമസക്കാരോട് ഒഴിഞ്ഞു പോകാൻ ഉത്തരവിടുകയും ചെയ്തു. ഇസ്രായേൽ അതിർത്തിയിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ വടക്കുള്ള ഒരു വലിയ പ്രദേശം ഈ മുന്നറിയിപ്പ് ഉൾക്കൊള്ളുന്നു. പ്രദേശത്തെ ഹിസ്ബുള്ള പോരാളികൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമെതിരെ സൈന്യം വലിയ ശക്തിയോടെ പ്രവർത്തിക്കുമെന്ന് ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഏപ്രിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ ഉണ്ടായിരുന്നിട്ടും ഒരു ദിവസം മുൻപ് തെക്കൻ കിഴക്കൻ ലെബനനിലുടനീളം 120-ലധികം ഇസ്രായേലി ആക്രമണങ്ങളെ തുടർന്നാണ് ഒഴിപ്പിക്കൽ ഉത്തരവ്. ലെബനൻ സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് തീരദേശ നഗരമായ സിഡോണിലേക്ക് താമസക്കാർ പലായനം ചെയ്യാൻ തുടങ്ങി. ലെബനനിലുടനീളം ഈദ് അൽ അദ്ഹ ആഘോഷങ്ങൾക്കിടെയാണ് ഏറ്റവും പുതിയ പലായനമുണ്ടായത്. ന്യൂസ്